ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കോപ്പറേറ്റീവ് വേ കേരളയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് NCDC എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിന് ഇതിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ആ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് ആ ഫങ്ഷൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേരള ബാങ്ക് എക്സാമിന് വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ NCDC എന്ന് പറയുന്നത്. നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ NCDC. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ പരിചിതമായ പേര് NCDC. അപ്പോൾ അതിൻ്റെ പൂർണ്ണ നാമം ഓർത്തിരിക്കുക, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ്. കോർപ്പറേഷൻ എന്നുള്ള വാക്കാണ് അവസാനം ഉപയോഗിച്ചേക്കുന്നത്, അപ്പോൾ അത് തെറ്റിപ്പോകരുത്. ഓക്കെ, NCDCയുടെ പൂർണ്ണനാമം ചോദിക്കുകയാണെങ്കിൽ ഇനി NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1963. അപ്പോൾ ഓർത്തിരിക്കുക, NCDC എന്ന് പറയുന്നത് നിലവിൽ വന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ 1963 ആണ്. അപ്പോൾ ഏതെങ്കിലും കമ്മിറ്റിയാണോ? അല്ല, സെൻട്രൽ ഗവൺമെൻറ്, ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, NCDC കൊണ്ടുവരുന്നത്. അപ്പോൾ NCDC കൊണ്ടുവരുന്നതിന് NCDCക്ക് ഒരു ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ട് വരുന്ന വർഷം 1962 ആണ്. അപ്പോൾ ഇതാണ് എല്ലാവരും കൺഫ്യൂഷൻ ആക്കുന്നത്. ഈ നമ്മളിപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ ടഫായിരിക്കും. ഈ പറഞ്ഞ പോലെ NCDC ആക്ട് എന്ന് ചോദിക്കുമ്പോൾ NCDC എന്ന് ചോദിക്കുമ്പോൾ വർഷങ്ങൾ തമ്മിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പം പഠിച്ചു തുടങ്ങിയവർക്ക് ഇതൊന്ന് ശ്രദ്ധിച്ചു വേണം. ഓക്കെ, ഇപ്പം NCDC എന്ന് പറയുന്നത് 1963യും NCDC ആക്ട് എന്ന് പറയുന്നത് 1962 ആണ്. അപ്പം ഈ ആക്ട് ആദ്യമായി അമെൻമെൻറ്റ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട് 1975. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദിസ് ആക്ട് വാസ് അമെൻഡഡ് ഇൻ 1975. ഓക്കെ, ടു ഇനേബിൾ NCDC ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻ എ മോർ എഫിഷ്യൻറ്റ് വേ. അല്ലേ, NCDC എന്ന് പറയുന്ന സ്ഥാപനത്തിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് NCDCന് സെപ്പറേറ്റ് ഒരു ആക്ട് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. NCDC ഹാസ് ഇമേർജ്ഡ് ആസ് ഡെവലപ്മെൻറ്റൽ ആൻഡ് പ്രൊമോഷണൽ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കോപ്പറേറ്റീവ് സെക്ടർ ഇൻ ദ കൺട്രി. അല്ലേ, രാജ്യത്തിലെ സഹകരണ മേഖലയ്ക്ക് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നിന്നുകൊണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് NCDC എന്ന് പറയുന്നത്. അപ്പോൾ NCDC എന്നൊരു കോർപ്പറേഷൻ സ്ഥാപനമാണ്. ഓക്കെ, ദ സ്ട്രാറ്റജി ഓഫ് ദ കോർപ്പറേഷൻ ഈസ് ടു സ്ട്രെങ്തൻ ആൻഡ് ഡെവലപ്മെൻറ്റ് cooperative institutions to enable them to serve their members and to maintain a sustained growth in their income. അല്ലേ, അതായത് ഈ കോർപ്പറേഷൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ സഹകരണ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവരുടെ സ്ട്രെങ്തൻ ചെയ്യുക, അവരെ ഡെവലപ്പ് ചെയ്യുക. എന്തിനാണ്? അവരുടെ മെമ്പേഴ്സിന് വേണ്ടി സെർവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ മെമ്പേഴ്സിനെ സേവനം ചെയ്യുന്നതിന് വേണ്ടി ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ സ്ട്രെങ്തൻ ചെയ്യുക, ഡെവലപ്മെൻറ്റ് ചെയ്യുക. അതിന് ഒരു കോർപ്പറേഷൻ എന്നുള്ള സ്ഥാപനത്തിന് എന്ത് സാധിക്കുമോ അതാണ് ഇവിടെ പറയുന്നത്. അവരുടെ വരുമാനത്തിൽ നിന്ന് തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ടു മെയിൻറ്റെയിൻ എ സസ്റ്റൈൻഡ് ഗ്രോത്ത് ഇൻ ദെയർ ഇൻകം. ഓക്കെ, അടുത്ത പറയുന്ന നോക്കാം. ദ മേജർ ത്രസ്റ്റ് ഏരിയാസ് ഫിനാൻസ്ഡ് ബൈ NCDC കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എവിടെയൊക്കെയാണ്? ആഗ്രോ പ്രോസസ്സിങ്, ആഗ്രോ മാർക്കറ്റിംഗ്, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. അല്ലെ, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. അപ്പം ICDP ആരുടേതാണ്? NCDCയുടെ ആണ്. ICDP ആരുടേതാണ്? NCDCയാണ്. NCDC ഫോക്കസിങ് ഓൺ എവിടെയാണ്? മൈക്രോ ലെവൽ കോപ്പറേറ്റീവ്സ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, കയർ, ഹാൻഡ്ലൂം, പ്രൊമോഷൻ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം NCDC എന്ന് പറയുന്ന സാധനം പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന ആഗ്രോ പ്രോസസ്സിംഗ്, ആഗ്രോ മാർക്കറ്റിംഗ്, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഫോക്കസിംഗ് ഓൺ മൈക്രോ ലെവൽ കോപ്പറേറ്റീവ്സ്, കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്, ഹാൻഡ്ലൂം ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻ ദ കോപ്പറേറ്റീവ് സെക്ടർ. സഹകരണ മേഖലയിലുള്ള എന്താണ് പ്രൊമോഷൻ അല്ലെങ്കിൽ IT പരമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യുന്നു? NCDC ഫോക്കസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത NCDCയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയാൻ നോക്കാം. NCDCയുടെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് പ്രൊഡക്ഷൻ, ഒന്ന് പ്രോസസ്സിങ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ് നമുക്കറിയാം, ഗോഡൗൺ പോലെയുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഫുഡ് സ്റ്റഫ്സ് ആൻഡ് അതർ നോട്ടിഫൈഡ് കൊമോഡിറ്റീസ്. അല്ലേ, അതായത് ഈ മേഖലകളിൽ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് NCDC ഫോക്കസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഫുഡ് സ്റ്റഫ്സ് ആൻഡ് അതർ നോട്ടിഫൈഡ് കമോഡിറ്റീസ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് പറയുന്നത് എന്താണ്? ദ കളക്ടിങ് ആൻഡ് പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ് ആൻഡ് എക്സ്പോർട്ട് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. ഇത് ഓർത്തിരിക്കണം, പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്ന വാക്കാണ് എക്സ്പോർട്ട് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. എന്താണ്? എക്സ്പോർട്ട് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അല്ലേ,
ഓർത്തിരിക്കുക, NCDCയുടെ ഒരു ഫങ്ഷൻസിനകത്ത് പറയുന്നൊരു കാര്യമാണ് എക്സ്പോർട്ട് ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അല്ലേ. ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചെറിയ ചെറിയ മൈനർ പ്രോഡക്ട്സുകൾ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നു, NCDC സഹായിക്കുന്നു. ഡയറി, പോൾട്രി ആൻഡ് ഫിഷറീസിന് വേണ്ടി പ്രത്യേകം സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് NCDC. അപ്പം ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ICDP കൊണ്ടുവന്നതുപോലെ തന്നെ ഫിഷറീസിലും പോൾട്രിയിലും ഡയറിയിലും ആര് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, NCDC സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങളുടെ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അല്ലെങ്കിൽ റാങ്ക് ഫയലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പം നമ്മുടെ സമയപരിധി കൊണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഫങ്ഷൻസും അതിൻ്റെ ഈ പറഞ്ഞ പോലെ എന്താണ് എന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്ത പറയുന്നത് ദ NCDC ഹാസ് ദ പവർ. NCDCക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്? ഈ പോയിന്റ്സിൽ നിന്നാണ് എന്ത് ചെയ്തത്, പരീക്ഷയ്ക്ക് ചോദിച്ചത്. നമുക്ക് ആ പോയിന്റ്സ് നോക്കാം. ഓക്കെ, അഡ്വാൻസ് ലോൺസ്, ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഫിനാൻസിങ് കോപ്പറേറ്റീവ്സ് അല്ലേ. അതായത് നമ്മുടെ കോപ്പറേറ്റീവ് മേഖലയിലോട്ട് ഫൈനാൻസ് ചെയ്യുന്നതിന് വേണ്ടി NCDC നേരിട്ട് കൊടുക്കപ്പെടുന്നില്ല. അത് ആർക്കാണ് കൊടുക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലോണായിട്ടും ഗ്രാൻഡ് ആയിട്ടും സബ്സിഡി ആയിട്ട് ആര് കൊടുക്കുന്നു, NCDC കൊടുക്കുന്നു. ഇത് ഒരുവിധപ്പെട്ടവർക്ക് അറിയാം. അപ്പോൾ ഇത് വന്നപ്പോഴാണ് ഒരുപാട് കൺഫ്യൂഷനും വരുന്നത്. ഈ പോയിന്റ്സ് നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അറിയാം, ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായവരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അഡ്വാൻസ് ലോൺസ്, ഗ്രാൻസ് ആൻഡ് സബ്സിഡീസ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഫൈനാൻസിങ് കോപ്പറേറ്റീവ്സ്. അടുത്തത് പ്രൊവൈഡ് ഫണ്ട്സ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ ഫൈനാൻസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഫുഡ് സ്റ്റെപ്സ് അല്ലേ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നു എന്തിനു വേണ്ടി, ഫോർ ഫൈനാൻസിങ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടി, അല്ല അവർക്ക് ഫൈനാൻസിങ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഫണ്ട് കൊടുക്കുന്നു. ഫോർ ദ പർച്ചേസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഫുഡ് സ്റ്റെപ്സ്. ഓക്കെ, എന്താണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് വാങ്ങുന്നതിന് വേണ്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ കയ്യിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൂടെ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഫിനാൻസ് ചെയ്യുന്നു. അടുത്ത പറയുന്നത് പ്ലാൻ ആൻഡ് പ്രൊമോട്ട് പ്രോഗ്രാംസ് ത്രൂ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സപ്ലൈ ഓഫ് സീഡ്സ്, മാനുവേഴ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് അല്ലേ. അതായത് പ്ലാൻ ആൻഡ് പ്രൊമോട്ട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നു, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. സഹകരണ മേഖലയിലൂടെ എങ്ങനെ സീഡ്സ് അല്ലെങ്കിൽ വിത്തുകൾ, വളങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് സൊസൈറ്റിയിലൂടെ കൊടുക്കുക. ഓക്കെ, അതിനുവേണ്ടി എന്തൊക്കെ പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും NCDCയുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത പറയുന്ന പോയിന്റ് നോക്കാം. പ്രൊവൈഡ് ലോൺസ് ആൻഡ് ഗ്രാൻസ് ഡയറക്ട്ലി ടു ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആവശ്യത്തിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഫൈനാൻസ് കൊടുക്കുന്നതെന്ന് വായിച്ച നമുക്ക് ഈ ഒരു പോയിന്റ് കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. ഇവിടെ ശ്രദ്ധിക്കുക, പ്രൊവൈഡ് ലോൺസ് ആൻഡ് ഗ്രാൻസ് ഡയറക്ട്ലി ടു ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. ഓക്കെ, നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലോട്ട് എന്ത് ചെയ്യുന്നു, ലോണുകളും ഗ്രാൻറ്റുകളും ഡയറക്റ്റ്ലി കൊടുക്കുന്നു. ഓക്കെ, ലോണുകളും ഗ്രാൻറ്റുകളും എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ്ലി കൊടുക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. പ്രൊവൈഡ് ലോൺസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ ദ ഗ്യാരണ്ടി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി നിന്നുകൊണ്ട് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോണ് കൊടുക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഗ്യാരണ്ടി നിന്നുകൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യാം, ലോൺ കൊടുക്കാം. അപ്പോൾ ഈ പോയിന്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഇതും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിന്റാണ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. നമുക്കറിയാം പ്രൊമോഷണൽ ഡെവലപ്മെൻ്റ് ആണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനുവേണ്ടി ഷെയർ ക്യാപിറ്റലൊക്കെ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എടുക്കുമോ, അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് NCDC പോലൊരു സ്ഥാപനം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം NCDC ഹാസ് ദ പവർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ നാഷണൽ ലെവൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. അടുത്ത പോയിന്റ് നോക്കാം. പ്രൊവൈഡ് ഔട്ട്റൈറ്റ് ഗ്രാൻഡ് ടു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടുവേർഡ്സ് ദ സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ്സ് റിസർവ് അല്ലേ. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനുണ്ടാവുന്ന സ്പെഷ്യൽ ബാഡ് ഡെപ്റ്റ് റിസർവ് മാറുന്നതിന് വേണ്ടി ഒരു ഔട്ട്റൈറ്റ് ഗ്രാൻഡ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രാൻഡ് എമൗണ്ട് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, NCDC പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽപ്പ് ദ ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സഹായിക്കുന്നുണ്ട് NCDC. ഇറ്റ് പർച്ചേസസ് ഡിബെഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ആയിട്ടുള്ള ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അതിലൂടെ NCDC എന്ത് ചെയ്യുന്നു, ലോങ് ടേം ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെയാണ് പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് വന്നത് നമ്മുടെ ഈ പറയുന്ന പോയിന്റ്സൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, ശ്രദ്ധിച്ചോണം.
ഓക്കെ, അപ്പം ഇതാണ് NCDCയുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. സോ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ ഫെഡറേഷൻസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.